Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. എടുത്തോണ്ടിരുന്നേ Discharge procedures. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് വരെ എടുത്തു അല്ലെ? കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നോ ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ്? Yes, complete ആക്കിയിരുന്നു. കംപ്ലീറ്റ് ആക്കി അല്ലെ? ഓക്കെ, അപ്പൊ എന്തൊക്കെയാ ഡിസ്ചാർജ് പ്രൊസീജിയറിൽ? ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയറിൽ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, ഒന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും റിക്കവർ ചെയ്ത ആൾക്കാരെയും, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരെയും നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം അല്ലെ? സെക്കൻഡ് പോയിന്റ് മറ്റൊരാൾ പറഞ്ഞേ. അപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇപ്പൊ ഒന്നും കൂടി റിവൈൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാൾ അറ്റൻഡ് ചെയ്തവരൊന്ന് പറഞ്ഞു കൊടുത്തേ. എമർജൻസി നിലവിൽ നോർമലായി ഇനി റോഷ്നി ഒന്ന് കണ്ടിന്യൂ ചെയ്യും. നിലവിൽ നോർമലായി ഇനി ഒബ്സർവേഷൻ ആവശ്യമാണെങ്കിൽ ഇന്റർമീഡിയറ്റ് കെയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഇന്റർമീഡിയറ്റ് കെയർ ആയിട്ടുള്ള വാർഡുകളോ റൂമുകളിലേക്കൊക്കെ നമുക്ക് ആ പേഷ്യൻസിനെ ICUവിൽ നിന്ന് എന്ത് ചെയ്യാം, ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനത്തെ കേസിലാണ്? അവർക്ക് നമുക്ക് നിലവിൽ ഇപ്പോഴും ഒബ്സർവേഷൻ ആവശ്യമുണ്ട്, എന്നാൽ ആ ഒരു എമർജൻസി സിറ്റുവേഷൻ അവരുടെ കുറഞ്ഞു എന്ന് മാത്രം അല്ലെ? അപ്പൊ അവർക്ക് ആ ഒരു ICUവിൽ കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പുതിയ പേഷ്യൻസ് ICUവിലേക്ക് വരണമെങ്കിൽ നമുക്ക് ബെഡ് അവൈലബിൾ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിനെ വാർഡിലേക്കോ അല്ലെങ്കിൽ റൂമുകളിലേക്കോ ഇങ്ങനെയുള്ള ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റുന്നത്. തേർഡ് പോയിന്റ് എന്താ പറയുന്നത് ഡിസ്ചാർജ് പ്രൊസീജിയറില്? നസീറ എന്ന് പറഞ്ഞേ. നസീറ, കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ഡിസ്ചാർജ് ക്ലിയർ ആയില്ല കേട്ടോ. ഡിസ്ചാർജ് ആയിരുന്നു. ക്ലിയർ ആവുന്നില്ലല്ലോ. ICUവിൽ ട്രീറ്റ്മെന്റിൽ എത്തുന്ന വ്യക്തി മരണമടഞ്ഞാലുണ്ടാകുന്ന ഡിസ്ചാർജ് ആണ് തേർഡ് വൺ. മരണമടഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് ഓൾറെഡി നമുക്കറിയാം അല്ലെ, മരിക്കാറായി അല്ലെങ്കിൽ അവര് മരണപ്പെടാം, ട്രീറ്റ്മെന്റ് കൊണ്ട് ഗുണമില്ല, മരണപ്പെടും എന്നുള്ള സിറ്റുവേഷനിൽ തന്നെ ICUവിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്നു സിറ്റുവേഷൻ. അല്ലെങ്കിൽ അവൈലബിലിറ്റി അനുസരിച്ച് അവരുടെ ആ ഒരു പേഴ്സൺസിന്റെ ആ ഒരു റിലേറ്റീവ്സിന് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്ത് അവിടെ ആ ഒരു അവൈലബിൾ റിസോഴ്സ് അനുസരിച്ച് വെക്കാം. അല്ലാന്നുണ്ടെങ്കിലോ ഓട്ടോമാറ്റിക്കലി മരണപ്പെടുന്ന സമയത്ത് നമുക്ക് ആ ഒരു പ്രൊസീജിയറിൽ നിന്നും അവരെ എന്ത് ചെയ്യാം, ഡിസ്ചാർജ് ചെയ്യാവുന്നതാണ് അല്ലെ? 3 കണ്ടീഷൻ ആണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഇൻചാർജ് ഓഫ് ICU. ICUവിലുള്ള ഇൻചാർജ് ആരാണ്? ICU ഇൻചാർജ് ആരാ? ICU ഇൻചാർജ് ആരാണ്? ICU ഇൻചാർജ് നമ്മൾ ഓൾറെഡി പഠിച്ചില്ലേ സ്റ്റാഫിങ്ങില്. ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെ? ഇന്റൻസിവിസ്റ്റുകൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ICU ഇൻചാർജിലുള്ളവരെന്ന് പറയുന്നത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ICUമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ഫോർ യൂണിറ്റ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്. അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്രതിനിധിയാണ് ICU ഇൻചാർജ് എന്ന് പറയുന്ന വ്യക്തി. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, provides continuity of clinical care. ഇപ്പൊ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ ഒരു ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ് ആ പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള എന്താണ് പുതിയ പരിചരണങ്ങൾ, രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട് തുടർച്ച നൽകുന്നത് ആരായിരിക്കും? ഈ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ICU ഇൻചാർജിലുള്ളവരാണ്. ഒരു പേഷ്യന്റിനെ ആ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡോക്ടർ നമ്മൾ നോക്കുന്ന സമയത്ത് ആ പേഷ്യന്റ് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം, ഏതൊക്കെ ട്രീറ്റ്മെന്റുകൾ പിന്നെയും കണ്ടിന്യൂ ചെയ്ത് തുടർന്ന് കൊണ്ടുപോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരായിരിക്കും? അവരെ നോക്കുന്ന ആ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകളാണ് അല്ലെ? ഇവിടെയും അത് തന്നെയാ പോയിന്റ് പറയുന്നത്. എന്താ പറഞ്ഞത്? പ്രൊവൈഡ്
കണ്ടിന്യൂറ്റി ഓഫ് ക്ലിനിക്കൽ കെയർ, അപ്പൊ ആ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട അവരുടെ ട്രീറ്റ്മെന്റ് പോലെയുള്ള കാര്യങ്ങളുടെ ആ ഒരു തുടർച്ച ആരായിരിക്കും നിലനിർത്തേണ്ടത്, നൽകേണ്ടത്? ഈ ഇന്റൻസിവിസ്റ്റുകളാണ്. അവരുടെ നിർദ്ദേശപ്രകാരം ഈ ICU ഇൻചാർജിലുള്ള ആ ഇന്റൻസിവിസ്റ്റുകൾ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും ഒരു പേഷ്യന്റിന് എത്ര നാൾ ആ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണം, ഏതൊക്കെ പുതിയ ട്രീറ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ആ ഒരു തുടർച്ച നിശ്ചയിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, arrange teaching and supervision of junior staff who need comprehensive instructions not only regarding patient care but also for use of unfamiliar equipment. ഇവിടെ എന്താണ്, പേഷ്യൻസിന് അവരെ നോക്കാൻ നിൽക്കുന്ന നമ്മുടെ ജൂനിയർ സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർക്ക് അധികം എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് ആവശ്യമായിട്ടുള്ള ടീച്ചിങ്, അവരെ പഠിപ്പിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ICUമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യേണ്ടത് ഈ ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയാണ്. എന്തിലൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കോംപ്രഹെൻസീവ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക. എന്തിനെ കുറിച്ചൊക്കെയാണ്? നോട്ട് ഓൺലി റിഗാർഡിംഗ് പേഷ്യന്റ് കെയർ, പേഷ്യൻസിന്റെ പരിചരണത്തെ ബന്ധപ്പെട്ട് മാത്രമുള്ള നിർദ്ദേശങ്ങളല്ല നൽകേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടത്? ബട്ട് ഓൾസോ ഫോർ യൂസ് ഓഫ് അൺഫെമിലിയർ എക്വിപ്മെന്റ്. ഈ ജൂനിയർ ആയിട്ടുള്ള സ്റ്റാഫുകളായതുകൊണ്ട് തന്നെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലാത്ത ഒത്തിരി എക്വിപ്മെന്റ്സ് ഈ ICUവിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അവർക്ക് ഫെമിലിയർ അല്ലാത്ത എക്വിപ്മെന്റ്സുകൾ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ ഓരോ പേഷ്യൻസിനും എങ്ങനെയാണ് പരിചരണങ്ങൾ നൽകേണ്ടത് എന്നതിനെ കുറിച്ചുള്ള എല്ലാ രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങള് അവർക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കേണ്ടതും അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, ആ ചെയ്യുന്നതാണ് ഈ ജൂനിയർ സ്റ്റാഫുകൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കൃത്യമാണോ എന്ന് അവരെ സൂപ്പർവൈസ് ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ആൻഡ് സർവീസിംഗ് ഓഫ് ICU എക്വിപ്മെന്റ്. ICUയിലുള്ള ഓരോ എക്വിപ്മെന്റുകളും ഓരോ ഉപകരണങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതിന് എന്തെങ്കിലും പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ആ എക്വിപ്മെന്റ്സിന് എന്ത് ചെയ്യണം? സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കണം അല്ലെ. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും എക്വിപ്മെന്റ്സ് വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യാനും ഉത്തരവാദിത്തം റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന വ്യക്തി ICU ഇൻചാർജിലുള്ളവരായിരിക്കും. പുതിയൊരു എക്വിപ്മെന്റ് വാങ്ങുന്ന ആവശ്യത്തിനാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ എന്താണ് നിലവിലുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്വിപ്മെന്റിൽ എന്തെങ്കിലും സർവീസ് കേടുപാടുകൾ വരുത്തി നമ്മളത് സർവീസ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു കൊടുക്കേണ്ട വ്യക്തി ICU ഇൻചാർജിലുള്ള വ്യക്തിയായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഷുഡ് ഇനിഷിയേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. ഇപ്പോ ഈ ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകള് അവിടുത്തെ ഒരു അധികാരികൾ അല്ലെങ്കിൽ അതോറിറ്റി ആയിട്ട് നിന്നുകൊണ്ട് ആവശ്യമായിട്ടുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? അവരെ പ്രോത്സാഹിപ്പിക്കും. ആവശ്യമായിട്ടുള്ള അതായത് ICUമായി ബന്ധപ്പെട്ട് റിസർച്ചുകളോ കാര്യങ്ങളോ ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ തുടങ്ങാനായിട്ട് ആര് നിർദ്ദേശിക്കണം? ഈ ഒരു ICU ഇൻചാർജ് ുള്ള വ്യക്തിയായിരിക്കണം അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ലാസ്റ്റ് പോയിന്റ് ആണ്, ഷുഡ് റിവ്യൂ ഓൾ ട്രീറ്റ്മെന്റ് റെജിമെൻ വിത്ത് സ്റ്റാഫ്. അതുപോലെ തന്നെ ഇപ്പൊ റെജിമെൻ എന്ന് പറയുന്ന ചിട്ട, ഓരോ ഡോക്ടേഴ്സ് ഒരു പേഷ്യന്റിന് ഇന്ന ചിട്ടയിലൂടെയുള്ള ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് അല്ലെ. ഒരു ഷെഡ്യൂൾ ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും, ഇത്ര കോഴ്സ് ഇന്ന രീതിയിൽ ഇന്ന ദിവസം കൊണ്ട് തീർക്കണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചിട്ടയൊക്കെ ഉണ്ടാവുമല്ലോ. ഓരോ പേഷ്യൻസിനും ഇന്ന ചിട്ടയിലൂടെ ആയിരിക്കണം അവരുടെ ട്രീറ്റ്മെന്റും കെയറും ഒക്കെ കൊടുക്കേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ ICUയിലുള്ള എല്ലാ പേഷ്യൻസിനെയും കുറിച്ചുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ ചിട്ടകളെ കുറിച്ചും ആ സ്റ്റാഫുകൾ ICUയിലുള്ള മറ്റ് സ്റ്റാഫുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക? അവലോകനം ചെയ്യുക, റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ അവലോകനം ചെയ്യേണ്ടതും ആരുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്? ICU ഇൻചാർജിന്റെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. ഒന്നുകൂടി നോക്കിയ പോയിന്റ്സ്. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ് ആരല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പ്രതിനിധി കൂടിയാണ് ICU ഇൻചാർജ് അല്ലെങ്കിൽ ഇന്റൻസിവിസ്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞ എന്താ? ഒരു രോഗി അവരുടെ ഒരു പേഷ്യന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ പരിചരണത്തിന്റെ തുടർച്ച അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കൊടുക്കാൻ അവരുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കണം, മുന്നോട്ട് ഈ ട്രീറ്റ്മെന്റ് തന്നെയാണോ നിലവിൽ പോവേണ്ടത്, പുതിയ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേണ്ടതുണ്ടോ
എന്നുള്ള കാര്യങ്ങളുടെ ഒക്കെ തുടർച്ച നിലനിൽക്കുന്നത് ആരുടെ അടിസ്ഥാനത്തിലായിരിക്കും? ഈ ഒരു ഇൻചാർജ് ഓഫ് ICU ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കും ആ പേഷ്യന്റിന്റെ പിന്നീടുള്ള അവരുടെ രോഗി പരിചരണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ് നോക്കി, അവിടെ വരുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് അവരധികം എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കണം അല്ലെ. പിന്നെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് പേഷ്യൻസിനെ പരിചരിക്കേണ്ടത്. അതുപോലെ അവിടെ ഒത്തിരി അൺഫെമിലിയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും, അവർക്ക് പരിചയമില്ലാത്ത ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ സമഗ്രമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ വരുന്ന ജൂനിയർ സ്റ്റാഫുകൾക്ക് കൊടുക്കണം. അതോടൊപ്പം തന്നെ അവരെന്ത് ചെയ്യണം, അവർ ചെയ്യുന്ന ഡ്യൂട്ടിയൊക്കെ കൃത്യമായിട്ടാണോ ചെയ്യുന്നത്, പറഞ്ഞു കൊടുത്തതനുസരിച്ചുള്ള കാര്യങ്ങളാണോ ചെയ്യുന്നതെന്ന് സൂപ്പർവൈസ് ചെയ്യുക അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുകയും ചെയ്യണം. നെക്സ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ആ ICUമായി ബന്ധപ്പെട്ട് എക്യുപ്മെന്റ്സുകൾ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സർവീസ് ചെയ്യണം. അതുപോലെ തന്നെ പുതിയ എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ പർച്ചേസ് ചെയ്യാനും വാങ്ങേണ്ടതായിട്ട് വരാണെങ്കിൽ അതിനും ഉത്തരവാദിത്വമുള്ള ആളെന്ന് പറയുന്നത് ICU ഇൻചാർജിലുള്ളവരായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ, ICUമായി ബന്ധപ്പെട്ട് ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു അധികാരി എന്ന നിലയിൽ ആരാണ് റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ ICU ഇൻചാർജിലുള്ളവരായിരിക്കും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞാ അവിടെയുള്ള ICUലുള്ള എല്ലാ പേഷ്യൻസിനും അവരുടെ ട്രീറ്റ്മെന്റ് ചിട്ടയായ രീതിയിലാണോ നടക്കുന്നത്, കൃത്യമായിട്ട് അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റ് ഷെഡ്യൂൾ എങ്ങനെയാണ്, ആ കോഴ്സ് എങ്ങനെയാണ് പൂർത്തിയാക്കുന്നത് എന്നുള്ള കാര്യം അവിടെയുള്ള മറ്റ് സ്റ്റാഫുകളുമായി കൂടി ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ഡോക്ടേഴ്സ് ഈ ഇന്റൻസിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഇൻചാർജിലുള്ള ICU ഇൻചാർജിലുള്ള വ്യക്തികൾ അവലോകനം ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ICU ഇൻചാർജിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ ആണോ? റെസ്പോൺസിബിലിറ്റി ഓഫ് ഇൻചാർജ് ഓഫ് ICU. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഷുഡ് എൻഷുവർ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. അതാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കി, ആൻഡ് സ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലുകാർ ഉറപ്പുവരുത്തേണ്ടതായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ICUമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം അല്ലെ. നമ്മൾ ഏതൊരു ചാപ്റ്റർ പഠിക്കുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ഇവിടെയും എന്താണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആർക്കാണ്? പേഷ്യൻസിന് സുരക്ഷിതത്വം നൽകുന്ന രീതിയിലുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നുണ്ടോ ICUല്? നിലവിൽ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണോ, സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഷ്യൻസിന് അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം ആര് ഉറപ്പുവരുത്തണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? അൺസ്യൂട്ടബിൾ എൻവയോൺമെന്റ് ഫോർ പേഷ്യന്റ് സേഫ്റ്റി. പേഷ്യൻസിന്റെ സേഫ്റ്റി, അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അവരുടെ സുരക്ഷിതത്വം മാനിച്ചുകൊണ്ട് അവർക്ക് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷമാണോ ICUവിൽ ആ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, സഫീഷ്യന്റ് റിസോഴ്സസ് ഇൻ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. അപ്പൊ ICUവിൽ ഇപ്പൊ നമുക്കറിയാം ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളും ICUവിൽ ഉണ്ടാവും അല്ലെ. അതെല്ലാം നല്ല രീതിയിൽ വർക്ക് കണ്ടീഷനിലാണോ, ശരിയായി വർക്ക് ചെയ്യുന്ന കണ്ടീഷനിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അതുപോലെ അതുവഴി ആ ഒരു റിസോഴ്സുകൾ അല്ലെ, അതൊക്കെ റിസോഴ്സിൽ വരുന്നതാണ് അല്ലെ. ICUവിലുള്ള റിസോഴ്സിൽ വരുന്ന ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, ഗുഡ് വർക്കിംഗ് കണ്ടീഷനിലാണോ എന്നുള്ളത് കൂടി ആര് ഉറപ്പുവരുത്തേണ്ടതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. തേർഡ് പോയിന്റ് നോക്കി, ആംബിൾ നമ്പർ ഓഫ് സ്കിൽഡ് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ടീം. മതിയായ അളവില്, അതായത് ഇപ്പൊ ഒരു ICUവിൽ ഉണ്ടെങ്കിൽ ആ നേഴ്സ് പേഷ്യന്റ് റേഷ്യോ ഒക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഓരോ ICUവിൽ വരുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലുള്ള നമ്പർ ഓഫ് നേഴ്സസ് ഉണ്ടോ, നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് കൂടി ആര് ഉറപ്പുവരുത്തിയിരിക്കണം? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തിയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾറെഡി നഴ്സിംഗ് പേഷ്യന്റ് റേഷ്യോ 1:1 അല്ലെങ്കിൽ 1:2 ആണ് അല്ലെ. അപ്പൊ അതിന് കൂടുതൽ ആളുകൾ പേഷ്യൻസ് വന്നാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? അവിടെ സ്റ്റാഫിനെ നഴ്സസിനെ അപ്പോയിന്റ് ചെയ്യണം അല്ലെ. അതാണ് അതിനനുസരിച്ച് എന്നാലല്ലേ അവർക്ക് ആ കൂടുതൽ വരുന്ന പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരാൾ തന്നെ എല്ലാവരെയും
മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു റേഷ്യോ അനുസരിച്ച് ആ പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യകതകൾ നിറവേറ്റുന്ന രീതിയിൽ അവർക്ക് ആ ഒരു ICUവിൽ മതിയായ പരിചരണം കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നമ്പർ ഓഫ് മെഡിക്കൽ സ്റ്റാഫുകളും അതുപോലെ തന്നെ നമ്പർ ഓഫ് നഴ്സിംഗ് ടീമുകളും ശരിയായ അളവിൽ മതിയായ അളവിൽ ആ ഒരു ICUവിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അളവിലുള്ള സ്റ്റാഫുകൾ ഉണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫോർത്ത് പോയിന്റ് നോക്കി, സ്റ്റാൻഡേർഡ്സ് ഓഫ് care that include proper referral system. ഇവിടെ എന്താണ്, പേഷ്യൻസിന് ആ ഒരു ICUവിൽ നിന്നും ഒരു സ്റ്റാൻഡേർഡ് കെയർ, ഒരു കൃത്യമായ നല്ല നിലവാരത്തിലുള്ള ഒരു പരിചരണമാണോ ICUവിൽ നിന്നും വരുന്ന ഓരോ പേഷ്യന്റിനും നൽകുന്നത് എന്നുള്ള കാര്യം, അതായത് പ്രോപ്പർ ആയിട്ട് റെഫറൽ സിസ്റ്റം, അതായത് ഇപ്പൊ ഒരു ICUവിലെ പേഷ്യന്റിന് അവർക്ക് ശരിയായ രീതിയിൽ ഒരു പരിചരണം കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന് മുകളിലാണ് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്കിൽ അവരെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മള് മറ്റു ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക് ആ പേഷ്യൻസിനെ എന്ത് ചെയ്യാറുണ്ട്, റെഫർ ചെയ്ത് വിടാറുണ്ട് അല്ലെ. അപ്പൊ ഇന്ന ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവിടെ ICUവിൽ നമ്മൾ ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഇതിൽ കൂടുതൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധിക്കില്ല, അതിനുവേണ്ടി നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിലേക്ക് ഒക്കെ അവരെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറയാറില്ലേ. അപ്പൊ അതുപോലെ തന്നെ എന്താണ്, നിലവിലുള്ള ഹോസ്പിറ്റലില് ICUവിൽ അവർക്ക് നല്ല നിലവാരത്തിലുള്ള ഒരു പരിചരണം കൊടുക്കാനായിട്ട് പറ്റണം. ഇനി അങ്ങനെ കൊടുക്കാൻ പറ്റാതെ വരുന്ന കണ്ടീഷനിൽ, അതായത് നിലവിൽ ഇവിടെയുള്ള ICUവിലുള്ള സജ്ജീകരണം പോരാ ആ പേഷ്യൻസിന് കെയർ കൊടുക്കാൻ എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, കൃത്യമായ സ്ഥലങ്ങളിലേക്ക് ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെഫർ ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ ഒരു ICUവിൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കി, എൻഷുവർ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാംസ്. ഈ നമ്മുടെ ICUവുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി അഷുറൻസ്, ഗുണനിലവാരമല്ലേ ഉറപ്പാക്കുക അല്ലെങ്കിൽ ഗുണമേന്മ എന്നുള്ള ആ ഒരു നമ്മുടെ ICUവുമായി ബന്ധപ്പെട്ട് അവിടെ കൊടുക്കുന്ന എല്ലാ പരിചരണങ്ങളും എല്ലാ സർവീസുകളും എങ്ങനെയായിരിക്കണം, വളരെ ക്വാളിറ്റി ഉള്ളതാണോ എന്നുള്ള കാര്യങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് വളരെ ക്വാളിറ്റി ഉള്ളതാണോ, അത് വളരെ എഫക്റ്റീവ് ആൻഡ് ആക്യുറേറ്റ് ആണോ എന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുമുള്ള ഒരു ക്വാളിറ്റി അഷുറൻസ് അല്ലെങ്കിൽ ഗുണനിലവാരം ഉറപ്പാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക, നടപ്പിലാക്കുക. അതാരാണ് ചെയ്യേണ്ടത്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ലാസ്റ്റ് പോയിന്റ് നോക്കി, പ്രോപ്പർ പോളിസി ഫോർ അഡ്മിഷൻ ഡിസ്ചാർജ് പ്രൊസീജിയർ. അപ്പൊ ഇവിടെ ശരിയായ രീതിയിലുള്ള ഒരു പോളിസി അല്ലെങ്കിൽ നയങ്ങള് സ്ഥാപിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്, ICUവിൽ ഓരോ പേഷ്യൻസിനെയും അഡ്മിറ്റ് ചെയ്യുന്നതിന് കുറെ നയങ്ങളും പോളിസിയും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ അവരവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പോളിസിയും കാര്യങ്ങളും ഒക്കെ ശരിയായ രീതിയിലുള്ള പോളിസീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യേണ്ടതും ആരാണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. നോക്കിയ ആ ഒരു 6 പോയിന്റ്സും ഒന്ന് വേഗം നോക്കി നമുക്ക്. ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, പേഷ്യൻസിന്റെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നല്ല ശരിയായ നല്ല സുരക്ഷിതത്വമുള്ള ഒരു എൻവയോൺമെന്റ്, അവർക്ക് അനുയോജ്യമായിട്ടുള്ള അവരുടെ ആവശ്യകതകൾക്ക് അനുസരിച്ചുള്ള ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണോ ICUവിൽ കൊടുക്കുന്നത് എന്നുള്ള കാര്യം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം. സെക്കൻഡ് പോയിന്റ് പറഞ്ഞ എന്താണ്, അവിടെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും അതൊക്കെ റിസോഴ്സിൽ വരുന്നതാണ് അല്ലെ, വിഭവങ്ങളിൽ വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ട് ഗുഡ് വർക്കിംഗ് കണ്ടീഷനിൽ തന്നെയാണോ എന്നതുകൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. തേർഡ് പോയിന്റ് പറഞ്ഞ എന്താ, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള കെയറുകളും ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള മതിയായ അളവില് സ്കിൽഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫുകളും നഴ്സിംഗ് ടീമുകളും ആ ഒരു ICUവിൽ ഉണ്ടോ എന്നുള്ളത് ആര് ഉറപ്പുവരുത്തണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻകാര് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫോർത്ത് പോയിന്റ് പറഞ്ഞ എന്താണ്, ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ, നല്ല നിലവാരമുള്ള പരിചരണമാണോ ICUവിൽ നിന്നും പേഷ്യൻസിന് ലഭിക്കുന്നത്. ഇനി ഇങ്ങനെയുള്ള ഒരു കെയർ ആ പേഷ്യൻസിന് ICUവിൽ നിന്ന് കൊടുക്കാൻ പറ്റാത്തൊരു സന്ദർഭം വന്നു കഴിഞ്ഞാല് അവന് മറ്റെവിടെയെങ്കിലും കൃത്യമായ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം റെഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി ആര് ഉറപ്പുവരുത്തണം, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഫിഫ്ത് പോയിന്റ് പറഞ്ഞ എന്താ, അവിടെ ചെയ്യുന്ന ICUവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ സേവനങ്ങളും കൃത്യമായി നല്ല ഗുണമേന്മയോടെ അല്ലെങ്കിൽ നിലവാരത്തോടെയോടെയോ ചെയ്യുന്നത്, വളരെ ക്വാളിറ്റിയിലാണോ ചെയ്തു കൊടുക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവരുടെ ഒരു ഗുണനിലവാരത്തെ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകള്
നടപ്പിലാക്കേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. 6th പോയിന്റിൽ പറഞ്ഞ എന്താണ്, ആ പേഷ്യൻസിന്റെ അഡ്മിഷൻ, ഐസിയുയിലോട്ടുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ അവരെ ഡിസ്ചാർജ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്, അതുപോലെയുള്ള എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായ ശരിയായ രീതിയിലുള്ള പോളിസി പ്രകാരമാണോ നടപ്പിലാക്കുന്നത് എന്ന് കൂടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ടതാണ്. ഓക്കെ ആണോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പോയിന്റ്സ്? ഓക്കെ. നെക്സ്റ്റ് നമുക്കൊരു ഭാഗം കൂടിയുള്ളൂ, ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി. ICUലൊരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ഡ്യൂട്ടി കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ആരുടെയൊക്കെ പഠിച്ച ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സീനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി പറഞ്ഞു, ജൂനിയർ റെസിഡന്റിന്റെ ഡ്യൂട്ടി പറഞ്ഞു അല്ലെ, ICU ഇൻചാർജിലുള്ളവരുടെ ഡ്യൂട്ടി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡ്യൂട്ടി പഠിക്കാൻ പോകുന്നത് ICU സെക്രട്ടറിയുടെ ആണ്. നോക്കിയേ, കുറച്ച് പോയിന്റ്സ് ഉള്ളൂ കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ നോക്കി, യൂണിറ്റ് സെക്രട്ടറി. ICUലുള്ള യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ whom family members and visitors meet when coming to the ICU. അപ്പൊ നമ്മുടെ സിനിമകളിലൊക്കെ ആണെങ്കിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ നേരിട്ട് ചിലപ്പോൾ ICU ആയിട്ട് ബന്ധമുള്ള അത്രയ്ക്ക് നമുക്ക് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലെ, ചിലവരൊക്കെ പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവാം. എന്നാൽ കൂടി നമ്മൾ ഒരു ICUമായി ബന്ധപ്പെട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അറിയാം, ഇപ്പൊ ICUയിൽ കിടക്കുന്ന പേഷ്യൻസിനെ കാണാനായിട്ട് അവരുടെ റിലേറ്റീവ്സ് അല്ലെ, അവരുടെ ഫാമിലി മെമ്പേഴ്സ് വരും, അവരെ സന്ദർശിക്കാനായിട്ട് അവരുടെ വിസിറ്റേഴ്സ് പോലുള്ള ആളുകളൊക്കെ വരൂലേ. അങ്ങനെ വരുന്ന സമയത്ത് ആരെയാണ് നമ്മൾ ആ ICUയിലേക്ക് കാണാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേഷ്യൻസിന്റെ വിവരം അറിയാനായിട്ട് ആദ്യം നമ്മൾ കാണേണ്ട വ്യക്തി ICU സെക്രട്ടറിയെയാണ്. അപ്പൊ ആ ICU സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ നമുക്ക് ആ പേഷ്യന്റിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ICUവിന്റെ ഉള്ളിൽ കയറി കാണാൻ പറ്റുള്ളൂ അല്ലെ. ICU എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ പേഷ്യൻസും അതിന് ബന്ധപ്പെട്ട മെഡിക്കൽ സ്റ്റാഫുകളും മാത്രമേ ഇതിനുള്ളിൽ ഉണ്ടാവുള്ളൂ അല്ലെ, ബാക്കി അവരുടെ റിലേറ്റീവ്സും ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ പുറത്തായിരിക്കും നിൽക്കുക. ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ പേഷ്യന്റിനുമായിട്ട് സംസാരിക്കണമെങ്കിലോ അവർ കാണണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യകതകൾ ഉണ്ടെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ICU യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഫസ്റ്റ് പോയിന്റ്, യൂണിറ്റ് സെക്രട്ടറി ഇൻ ദ ICU ഈസ് നോർമലി ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മുടെ ആ പേഷ്യന്റിനുമായി ബന്ധപ്പെട്ട് അവരുടെ ഫാമിലി മെമ്പേഴ്സ് വരുമ്പോഴോ അവരുമായി കാണാനായിട്ട് വരുന്ന സന്ദർശകരിൽ വിസിറ്റേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് ആരെയാണ് ICUയിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത്? ഈ യൂണിറ്റ് സെക്രട്ടറിയാണ് നമ്മൾ ബന്ധപ്പെടേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത്. അവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആ ICUയിലുള്ള പേഷ്യൻസിനെ നമുക്ക് കാണാനായിട്ട് അനുവാദമുള്ളൂ. സെക്കൻഡ് പോയിന്റ് നോക്കി, അറ്റൻഡ് കോൾസ് ആൻഡ് പാസ് ഓൺ മെസ്സേജസ് പ്രോപ്പർലി. ഈ ICUയിലേക്ക് വരുന്ന കോളുകള് അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കുക. ICUയിലേക്ക് കോളുകൾ വരികയാണെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യുക. അപ്പൊ നമ്മൾ ഈ ICUയിൽ കിടക്കുന്ന പേഷ്യൻസ് ആകുമ്പോൾ അവർക്ക് ചിലപ്പോൾ പല ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യണം അല്ലെ, ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെയൊക്കെ ലാബുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ടെസ്റ്റുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റേ സ്കാനിങ്ങോ എക്സ്റേ പോലുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരാണെങ്കിലോ അതിന്റെയൊക്കെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് ചിലപ്പോ കോളുകൾ വരാം. അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ നിലവിൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും അവരുടെ കണ്ടീഷൻസിൽ വ്യത്യാസം വരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെസ്സേജുകളോ കാര്യങ്ങളൊക്കെ അതിനോടനുബന്ധമായിട്ടുള്ള ഡോക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മെഡിക്കൽ സ്റ്റാഫിനൊക്കെ കൈമാറേണ്ടതായിട്ടൊക്കെ വരാം അല്ലെ. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഈ ICU യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കും. അവരുടെ ഡ്യൂട്ടിയാണ് അവിടെ ICUമായി ബന്ധപ്പെട്ട് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യുക, മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ് നോക്കി, അക്കൗണ്ടബിൾ ഫോർ ഗെറ്റിംഗ് them and listening to greeting them and listening to determine what the client requires. ഇവിടെ എന്തിന് ഉത്തരവാദിത്തമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞേ? ഫോർ ഗ്രീറ്റിംഗ് them. ഇപ്പൊ ആ പേഷ്യന്റിനെ മാത്രമല്ല, ഇപ്പൊ ആ പേഷ്യൻസ് എന്ന് പറഞ്ഞ വേറെ ആരും ആ ഒരു ICUവിന്റെ ഉള്ളിൽ കാണുന്നില്ല അല്ലെ, ഒത്തിരി പേര് ഒന്നും ഉണ്ടാവില്ലല്ലോ, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരും ഇല്ലല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുക, മോർണിംഗിലൊക്കെ ഇപ്പൊ അവരെ കാണുന്ന സമയത്ത് ഒരു ഗ്രീറ്റിംഗ്സ് ഒക്കെ കൊടുക്കുക, അവരെ ഒന്ന് അഭിവാദ്യം ചെയ്യുക. അതുപോലെ തന്നെ അപ്പൊ അവരുടെ വരുന്ന ഫാമിലി മെമ്പേഴ്സോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് അവരോട് സംസാരിക്കുമ്പോഴും അവരോടും എന്ത് ചെയ്യുക, അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക. അതുപോലെ തന്നെ നിലവിൽ ഇപ്പോ ICUവിന്റെ ഉള്ളിലുള്ള ആ ഒരു
ഒരു ക്ലയന്റ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് അല്ലെ, ആ നിലവിലെ ഐസിയിലുള്ള പേഷ്യൻസിന് എന്തൊക്കെ ആവശ്യകതകളുണ്ട് എന്ന് ചോദിച്ച് അവർ പറയുന്നത് അവരെ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, കേൾക്കുക. അതിനുശേഷം അവർക്ക് എന്തൊക്കെ ആവശ്യകതകളുണ്ടോ അത് നിർണ്ണയിച്ച് അത് നടപ്പിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്. അക്കൗണ്ടബിൾ ഫോർ ഗ്രീറ്റിംഗ് ദം, അതായത് അവരെ അഭിവാദ്യം ചെയ്യുക. പേഷ്യൻസിനെ മാത്രമല്ല അവരുടെ റിലേറ്റീവ്സ് കാര്യങ്ങളുമായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് എന്ത് ചെയ്യുക, സംബോധന ചെയ്ത് അല്ലെങ്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ അവിടെ ഐസിയിലുള്ള പേഷ്യൻസിന് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പറയാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ലിസൺ ചെയ്യുക അല്ലെങ്കിൽ കേട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുക, അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവരെ കേട്ട് അവർക്ക് എന്താണ് പറയാനുള്ളത്, എന്താണ് അവരുടെ ആവശ്യകത എന്താണ് എന്നുള്ളത് കേൾക്കുകയും അതിനനുസരിച്ച് അവരുടെ ആവശ്യകത എന്താണെന്ന് നിർണ്ണയിച്ചുകൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ്, the secretary is liable to answer basic questions and provide general information such as the visiting hours for the ICU. അതുപോലെ ഈ ഒരു സെക്രട്ടറി എന്ന് പറയുന്നത് അവർ എന്തിന് ലയബിൾ ആണ് അല്ലെങ്കിൽ എന്തിന് ബാധ്യസ്ഥരാണ്, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ അവരുടെ റിലേറ്റീവ്സ് പേഷ്യൻസിന്റെ റിലേറ്റീവ്സ് ചോദിക്കുന്ന രീതിയിലുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ആ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന് ആൻസർ പറയാനായിട്ട് അതിന് ഉത്തരം പറയാനായിട്ട് ബാധ്യസ്ഥരായിരിക്കുന്നത് ഈ സെക്രട്ടറി ആയിരിക്കും. അതായത് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് സച്ച് ആസ് വിസിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ ഫോർ ICU, ICUവിൽ ഏത് സമയത്താണ്, സന്ദർശന സമയം എപ്പോഴാണ്, അതുപോലെ ICUവിൽ എത്ര പേര് നമുക്ക് കയറ്റാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ വരുമ്പോൾ ചോദിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ നൽകേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആരുടെ ബാധ്യതയിൽ വരുന്നതാണ്, സെക്രട്ടറി ആണ് അതിന് ഉത്തരവാദിത്വം നൽകേണ്ടത്. നെക്സ്റ്റ്, ഇഫ് cannot provide information concerning the medical status of a patient. ഇപ്പൊ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ സ്റ്റാറ്റസ് അവരുടെ നിലവിൽ ഇപ്പൊ അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതി എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ ഈ സെക്രട്ടറിക്ക് അറിവില്ല എങ്കിൽ, ചിലപ്പോൾ എല്ലാ പേഷ്യൻസിനെയും ഒന്നും അവർക്ക് അറിയാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അറിയാത്ത സമയങ്ങളിൽ ഇറ്റ് ഈസ് ദ സെക്രട്ടറി provide who helps point the customers in the right direction and refers them to other staff members if needed. അപ്പൊ ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്, ആ പേഷ്യൻസുമായി ബന്ധപ്പെട്ട് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ് ചോദിക്കുകയാണ്, ഇപ്പൊ നിലവിൽ നമ്മുടെ ആ ഒരു ഉത്തരവെടുത്തത് ഞങ്ങളുടെ റിലേറ്റീവ് അല്ലെങ്കിൽ ആ പേഷ്യന്റിന് എങ്ങനെയുണ്ട്, കുറവായോ എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഈ സെക്രട്ടറിയോട് ചോദിക്കുന്ന സമയത്ത് സെക്രട്ടറിക്ക് അതുമായി ബന്ധപ്പെട്ടത് പേഷ്യന്റിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിവില്ല എന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്, എനിക്കത് അറിയില്ല അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് എന്താ ചെയ്യേണ്ടത്, അവർക്ക് അറിയാൻ പറ്റാത്ത കേസ് ഉണ്ടെങ്കിൽ ഇവർക്ക് ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളിലേക്ക് എന്ത് ചെയ്യുക, അവരെ നയിച്ച് ഡയറക്ഷൻ കൊടുക്കുക, അവരെന്ത് ചെയ്യുക, അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിടുക. അപ്പൊ അങ്ങനെ ലഭിച്ചിരിക്കുന്ന ഹോസ്പിറ്റലില് ചില ICUലുള്ള പേഷ്യൻസിന്റെ കണ്ടീഷൻ ഒന്നും ഇവർക്ക് പറയാൻ അനുവാദം ഉണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളോട് അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആരാണ്, ഡോക്ടറിനോട് പോയിട്ട് തന്നെ സംസാരിക്കാനൊക്കെ പറയാറില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവർക്ക് നിർദ്ദേശപ്രകാരം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത കണ്ടീഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് അറിയാത്ത ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ ആ പേഷ്യൻസിനെ റിലേറ്റീവ്സിനെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനെ ഒഴിവാക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് അവർക്ക് ആ പേഷ്യന്റിനെ കുറിച്ച് നിലവിൽ അവരുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആ മെഡിക്കൽ സ്റ്റാഫിന്റെ അടുത്തേക്ക് ഇവരെ എന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവരെ നിർദ്ദേശിക്കുക, അവരിലേക്ക് എന്ത് ചെയ്യുക, അയക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിയേ, പെർഫോം ക്ലറിക്കൽ ടാസ്ക് അപ്ഡേറ്റ് ബെഡ് സ്റ്റാറ്റസ് ഇൻ കമ്പ്യൂട്ടർ. അതുപോലെ അവിടെയുള്ള ക്ലറിക്കൽ ആയിട്ടുള്ള റെക്കോർഡ് പോലെയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ട എല്ലാ ക്ലറിക്കൽ ടാസ്കുകളും ഈ സെക്രട്ടറിയാണ് ചെയ്യേണ്ടത്. അതുപോലെ എത്ര ബെഡ് ഇപ്പൊ നിലവിൽ നമ്മുടെ ICUവിൽ അപ്ഡേറ്റ് ചെയ്യുക, ബെഡിന്റെ ആ ഒരു സ്റ്റാറ്റസ്, എത്ര ബെഡിൽ ഓൾറെഡി പേഷ്യൻസ് ഉണ്ട്, എത്ര ബെഡ് അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ക്ലറിക്കൽ ടാസ്കുകളും അതുപോലെ തന്നെ ബെഡിന്റെ നിലവിൽ
എത്ര ബെഡുകൾ അവൈലബിൾ ആണ്, എത്ര ബെഡ് ഓൾറെഡി ഫുൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അത് ചെയ്യേണ്ടതും ഈ സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് മെയിൻറ്റെയിൻസ് ഫയൽസ് ആൻഡ് ഓർഗനൈസ് പേഷ്യന്റ് റെക്കോർഡ്സ്. അവിടെ ICUലുള്ള എല്ലാ പേഷ്യൻസിനെയും കുറിച്ചുള്ള ഫയലുകളും റെക്കോർഡുകളും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ, ഇപ്പൊ ഈ ICU മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടവർ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളോട് കൂടി എന്ത് ചെയ്യുക, ഒരുമിച്ച് വർക്ക് ചെയ്യുക. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ അവർക്ക് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് സാമ്പിൾ കൊണ്ടുപോയി ലബോറട്ടറിയിലല്ലേ കൊടുക്കുന്നത്, ലാബുമായിട്ടൊരു റിലേഷൻഷിപ്പ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെയുള്ള മറ്റ് എന്തെങ്കിലും ഇപ്പോൾ സ്കാൻ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട MRI-യോ നമ്മുടെ CT ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ചിലപ്പോൾ കൊണ്ടുപോകേണ്ടതായിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള മറ്റു ഡിപ്പാർട്ട്മെന്റിൽ ICU മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചു പോകുന്ന മറ്റു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് പേഷ്യൻസിന് എന്ത് ചെയ്യുക, നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാൻ ശ്രമിക്കുക. ഇത്രയും ഡ്യൂട്ടീസ് ഓഫ് സെക്രട്ടറിയുടെ ഡ്യൂട്ടികളാണ്. ഫസ്റ്റ് പോയിന്റ് എന്നും കൂടി നോക്കിയേ വേഗം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞാൽ ആ യൂണിറ്റ് സെക്രട്ടറി, ഈ സെക്രട്ടറി ആണ് എന്തിനു ബാധ്യസ്ഥനായിരിക്കുന്നത്, ഒരു ICUയിലേക്ക് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സ് ആവാം, അവരുടെ ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്ന സന്ദർശകരാവാം. അവരൊക്കെ ആദ്യം ചെന്ന് മീറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ കാണേണ്ട വ്യക്തി ICUവിൽ ആരെയാണ്, ഈ യൂണിറ്റ് സെക്രട്ടറി ആയിരിക്കണം. അപ്പൊ ഇവരുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആ പേഷ്യന്റിനെ അവർക്ക് എന്ത് ചെയ്യാനുള്ളൂ, കാണാനായിട്ടുള്ള അനുവാദമുള്ളൂ. സെക്കൻഡ് പറയുന്നത് കോൾസ് അറ്റൻഡ് ചെയ്യുക. ICUയിലോട്ട് വരുന്ന ഏതൊരു കോൾ ആണെങ്കിലും അത് അറ്റൻഡ് ചെയ്യുക, അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും മെസ്സേജുകൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ബന്ധപ്പെട്ട ആളുകൾക്ക് പാസ് ചെയ്യുക. തേർഡ് വൺ പറഞ്ഞത് എന്താണ്, ആ പേഷ്യന്റിനോടും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട റിലേറ്റീവ്സിനോടൊക്കെ എന്ത് ചെയ്യുക, ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്യുക. അതുപോലെ ആ പേഷ്യന്റിന് കൃത്യമായിട്ട് അവർ പറയുന്ന എന്ത് കാര്യമാണെന്ന് എന്ത് ചെയ്യുക, കേൾക്കാനായിട്ട് തയ്യാറാവുകയും അതിനനുസരിച്ച് അവരുടെ ആവശ്യകതകൾക്കനുസരിച്ച് അവരുടെ ആവശ്യകത എന്താണെന്ന് നിർണ്ണയിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താ, ആ സെക്രട്ടറി എന്തിന് ലയബിൾ അല്ലെങ്കിൽ എന്തിന് ബാധ്യസ്ഥനായിരിക്കും എന്ന് പറഞ്ഞേ, ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതിന് ആൻസർ ചെയ്യാനായിട്ട് ആര് ബാധ്യസ്ഥനായിരിക്കും, സെക്രട്ടറി ബാധ്യസ്ഥനായിരിക്കും. അതായത് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിട്ടുള്ള ഇപ്പൊ ICUയിലെ സന്ദർശന സമയം എത്രയാണ്, ആ സന്ദർശന സമയത്ത് എത്ര പേരെ ഒരു പേഷ്യന്റിനെ കാണാനായിട്ട് നമ്മൾ അവിടേക്ക് കയറ്റും, എത്ര പേർക്ക് അറ്റ് എ ടൈം കാണാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതിൻ്റെതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ അതിന് ആൻസർ കൊടുക്കേണ്ടത് ഈ സെക്രട്ടറി ആണ്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ആ പേഷ്യൻസിന്റെ നിലവിലുള്ള അവരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഈ സെക്രട്ടറിക്ക് നൽകാനായിട്ട് സാധിക്കാതെ വന്നാൽ, അപ്പൊ ചിലപ്പോൾ അവർക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അപ്പൊ എന്ത് ചെയ്യാൻ പാടില്ല, അത് എനിക്ക് അറിയില്ല അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോ അത് അറിയണ്ട എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞ് മാറ്റുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഏത് മെഡിക്കൽ സ്റ്റാഫ് ആണുള്ളത് അവരിലേക്ക് ഇവരെന്ത് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞത് എന്താണ്, അവരുടെ ഹോസ്പിറ്റൽ ICUവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ക്ലറിക്കൽ ടാസ്കുകളും അതുപോലെ തന്നെ എത്ര ബെഡുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, എത്ര ബെഡുകൾ ഓൾറെഡി ഫുൾ ആണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റലിലെ ICUയിൽ വരുന്ന എല്ലാ പേഷ്യൻസിന്റെയും റെക്കോർഡുകളും ഫയലുകളും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ എന്താണ്, ആ ഹോസ്പിറ്റലിലെ ഈ ICU എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പൊ അത് അങ്ങോട്ട് രണ്ടുപേരെയും തമ്മിൽ കൂട്ടിച്ചേർത്ത് ഒരു കണക്ഷൻ ഉണ്ടാക്കി വർക്ക് ചെയ്യേണ്ടത് ഈ ICU സെക്രട്ടറി ആണ്. ഓക്കെ ആണോ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറി? ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇൻപേഷ്യന്റ് അല്ല ICU അല്ലെ. നെക്സ്റ്റ് നിങ്ങൾക്ക് വേറൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപ് നമുക്ക് ഈ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഒരു 5 ക്വസ്റ്റ്യൻസും കൂടി എഴുതിയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതിന് മുൻപ് ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടോ?
ICUമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേ. ഓക്കെ ആണോ? ലാസ്റ്റ് പോയിന്റ് ആണോ? ഏതിലെ ലാസ്റ്റ് പോയിന്റ് ചോദിക്കുന്നേ? സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേ അഹമ്മദ്. ഈ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞത് ഈ ഡ്യൂട്ടീസ് ഓഫ് ICU സെക്രട്ടറിയുടെ ആണോ? ഒന്ന് മെസ്സേജ് അയച്ചിട്ടേ. ക്ലിയർ ആയില്ല. ലാസ്റ്റ് പോയിന്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഇപ്പൊ വർക്ക് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ടു കോർഡിനേറ്റ് കെയർ സർവീസസ്. അപ്പൊ പേഷ്യൻസിന് നമ്മൾ അവിടെ ആ പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പരിചരണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ അവർക്ക് വല്ല ലാബ് ടെസ്റ്റുകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത് റിസൾട്ടുകൾ വേണ്ടതായിട്ട് വരും. അപ്പൊ അത് നമുക്ക് ICUന്റെ ഉള്ളിൽ വെച്ച് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതല്ല, മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയായിട്ട് ലാബ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവുമായിട്ട് കൂടിച്ചേർന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കേസുകൾ, അതായത് പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുക? ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് അവരെ സഹായിക്കേണ്ടത് ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. അതിൽ നമുക്കിപ്പോ ലാബിലെ റിസൾട്ടുകൾ നമുക്ക് ആ ഒരു ലാബിൽ കൊണ്ടുപോയി അത് കുടിക്കുമ്പോൾ ആ ലാബ് കൂടി ഇവർക്ക് കൊടുക്കുന്ന ആ പരിചരണത്തിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? ഇപ്പൊ സ്കാനിങ്, MRI, CT ഒക്കെ ചെയ്യേണ്ടതായിട്ടുള്ള വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ നമ്മുടെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് അങ്ങനെയാണ് ഈ പേഷ്യൻസിന് നല്ല രീതിയിലുള്ള പരിചരണം കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അതാണ് ആ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അങ്ങനെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സഹകരണങ്ങൾ ആരാണ് മുന്നിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടത്? ഈ ICU സെക്രട്ടറി ആണ്. ഓക്കെ ആണോ അഹമ്മദ്? ഓക്കെ, എന്തായിരുന്നു ഇൻചാർജ് ICU പോയിന്റ്? ഓക്കെ, റെസ്പോൺസിബിലിറ്റി അല്ലെ? ഫിഫ്ത് പോയിന്റ് എന്താ? ഷുഡ് ഇനിഷ്യേറ്റ് റിസർച്ച് ആൻഡ് ബി റെക്കഗ്നൈസ്ഡ് ആസ് ആൻ അതോറിറ്റി. അപ്പൊ ഈ ഒരു ICU എന്ന് പറയുന്നത് അതൊരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു അധികാരമായി കണ്ടുകൊണ്ട് ഇപ്പൊ അവിടുത്തെ ICUല് നമ്മുടെ അതോറിറ്റി എന്ന് പറയുന്നത് ആരാണ്? ആ ഒരു ഇന്റൻസിവിസ്റ്റ് അല്ലെങ്കിൽ ഇൻചാർജിലുള്ളവരാണ് പ്രധാന അധികാരി എന്ന് പറയുന്നത് അല്ലെ? സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടർ. അവരുടെ നേതൃത്വത്തില് ഈ ICUമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് ആരംഭിക്കേണ്ടത് ആരുടെ നേതൃത്വത്തിലായിരിക്കണം? ഈ ICU ഇൻചാർജിലുള്ള ആ ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കണം. അപ്പൊ ഓരോ വിഭാഗവുമായി ബന്ധപ്പെട്ടും റിസർച്ച് ഗവേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം അല്ലെ? അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, അതുപോലെ എന്തൊക്കെ പുതിയ പുതിയ കേസുകളാണ് വരുന്നത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം എന്ന രീതിയിലുള്ള ഒത്തിരി ഗവേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ നടന്ന് അതൊക്കെ എക്സ്പെരിമെന്റ്സിലൂടെ പ്രൂവ് ചെയ്തിട്ടാണ് നമുക്ക് പുതിയ പുതിയ ഓരോ മെത്തേഡുകൾ കൊണ്ടുവരുന്നതും ട്രീറ്റ്മെന്റുകൾ തരുന്നതും ഒക്കെ. അപ്പൊ അതുപോലെ തന്നെ ഈ ICUമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ റിസർച്ചുകളും ഗവേഷണങ്ങളും ഒക്കെ ആര് അധികാരിയായി നിന്നുകൊണ്ട് ചെയ്യണം? ഈ ICU ഇൻചാർജിലുള്ള ഇന്റൻസിവിസ്റ്റുകളാണ് അതിന്റെ അധികാരിയായി നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള റിസർച്ചുകൾ അല്ലെങ്കിൽ ഗവേഷണങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഉമ്മയ്ക്ക് ക്ലിയർ ആയോ? ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ICU എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ് അല്ലെ? ചെറിയ ചാപ്റ്റർ ആയിരുന്നു. അപ്പൊ എന്താണ് ICU എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ICU എന്താണ് തന്നിട്ട് അത് ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റൽ വിഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്നതാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ആ ICUല് വരുന്ന ആരൊക്കെ ഏതൊക്കെ ഹെൽത്ത് കണ്ടീഷനുള്ള ആളുകളെയാണ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ആക്കുന്നത്, അത് ഏതെങ്കിലും ഒക്കെ ഓപ്ഷൻസിൽ തന്നിട്ട് ഇൻക്ലൂഡഡ് ആവാത്തത് ഏതെങ്കിലും ഒക്കെ തരാം. എന്താണ് ആ ഓഡ് വൺ ആയിട്ടുള്ളത് നമുക്ക് എന്ത് ചെയ്യുക? ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞ് തരാറുണ്ട്. അതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു 9 എണ്ണം ഉണ്ടല്ലോ നമുക്ക് പഠിക്കാനായിട്ട്, അതിൽ ഏതെങ്കിലും 9 എണ്ണത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് കാണാറുണ്ട് ക്വസ്റ്റ്യൻസ്. കുട്ടികൾക്ക് അതായത് ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് അവരെ തീവ്ര പരിചരണം കൊടുക്കുന്ന ICU യൂണിറ്റ് ഏതാണ്, ഏത് ടൈപ്പ് ഓഫ് ICU ആണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഷോർട്ട് ഫോം തന്നിട്ട് എക്സ്പാൻഡ് ഫോം ഏതാണ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനും കോമൺ ടൈപ്പ് ഓഫ് ICU ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ICU ഓപ്പൺ യൂണിറ്റും ക്ലോസ്ഡ് യൂണിറ്റും എന്താണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് അതിന്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. വൺ വേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അത് ഏത് യൂണിറ്റിൽ, ഓപ്പൺ യൂണിറ്റിൽ വരുന്നതാണോ ക്ലോസ്ഡ് യൂണിറ്റിൽ വരുന്നതാണോ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ കേട്ടോ. സ്റ്റാഫിങ്ങിലാണെങ്കിലും ഇതുപോലെ തന്നെ എന്താ ഒരു നേഴ്സ് പേഷ്യന്റ് റേഷ്യോ എത്രയാണ്, ഓക്സിലറി പേഴ്സണൽസിൽ വരുന്നത് ആരൊക്കെയാണ്, നേഴ്സിംഗ് സ്റ്റാഫുകളിൽ വരുന്നത് ആരൊക്കെയാണ്, അവരുടെ പ്രധാന ഡ്യൂട്ടി എന്താണ്, മെഡിക്കൽ സ്റ്റാഫ്
സ്റ്റാഫുകളിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ സ്റ്റാഫുകളിൽ നിന്ന് വരാം. രജിസ്ട്രാർ ഇൻ ICU അവരുടെ ഡ്യൂട്ടി 12 hours ഡ്യൂട്ടിയാണ്. ആരുടെ സീനിയർ ആൻഡ് ജൂനിയർ ഡോക്ടേഴ്സിന്റെ നമ്മുടെ ആ ഒരു ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ റെസിഡന്റ് ഡോക്ടേഴ്സിന് വരുമ്പോൾ അവർക്ക് എന്താണ് ഡേ ആൻഡ് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. പക്ഷെ സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സിന് 12 മണിക്കൂറാണ് ഡ്യൂട്ടി എങ്കിൽ ജൂനിയർ ആയിട്ട് വരുന്ന ഡോക്ടേഴ്സിന് എത്രയാണ് ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂർ ഉണ്ടാവും? എത്ര മണിക്കൂറായിരിക്കും അവരുടെ ഡ്യൂട്ടി ടൈം? അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കാം. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് 24 hours ആയിരുന്നു കേട്ടോ. ഡേ ആൻഡ് നൈറ്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതായിട്ട് വരും. അപ്പൊ ജൂനിയർ റെസിഡന്റ് ഡോക്ടറിന് 24 hours ഡ്യൂട്ടി ആണെങ്കിലും സീനിയർ റെസിഡന്റ് ഡോക്ടറിന് നേരെ പകുതിയായിരിക്കും 12 hours ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് പഠിച്ചാലും മതി. നിങ്ങൾ സീനിയർ ആയിട്ടുള്ളവർക്ക് 12 മണിക്കൂറാകുമ്പോൾ ജൂനിയർ ആയിട്ടുള്ളവർക്ക് കുറച്ചും കൂടി കൂടുതൽ ഉണ്ടാവും അല്ലെ, ഇരട്ടിയായിരിക്കും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് പഠിച്ചാലും മതി. നെക്സ്റ്റ് ICUവിന്റെ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ് ICUവിൽ കിടക്കുന്ന ചെയ്യുന്ന ഡേ ടു ഡേ കെയർ എന്താന്ന് പറഞ്ഞു. ഡിസ്ചാർജ് പ്രൊസീജിയേഴ്സ് ഒരു 3 പോയിന്റ് പറഞ്ഞു. അതുപോലെ റെസ്പോൺസിബിലിറ്റി, ICU ഇൻചാർജിന്റെ റെസ്പോൺസിബിലിറ്റി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, അതുപോലെ ICU സെക്രട്ടറിയുടെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്നാ ക്വസ്റ്റ്യൻസ് ചെയ്താം. വേഗം ഒന്നും നോട്ട്സ് എടുത്തേ. നോട്ട്സ് എടുത്തോ എല്ലാരും? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം കേട്ടോ. ഒരു എക്സ്പാൻഡഡ് ഫോമിൽ ചോദിക്കുന്നതാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക. CVTS 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 ICU CVTS ICU stands for dash. CVTS ICU stands for dash. Stands for dash. CVTS ICU stands for dash. CVTS ICU stands for dash. CVTS ICU stands for dash. എന്താണ് ആരും ആൻസർ ചെയ്യാതെ? കാർഡിയോ വാസ്കുലർ thoracic intensive care unit അല്ലെ? കാർഡിയോ വാസ്കുലർ thoracic intensive care unit. Okay, next question. In which intensive care unit? In which intensive care unit? In which intensive care unit are patients admitted with the? In which intensive care unit are patients admitted with the brain tumors? Patients admitted with the brain tumors. In which intensive care unit are patients admitted with the brain tumors? Brain tumors. Patients admitted with the brain tumors. Very good. Neuro intensive care unit. Neuro intensive care unit. Neuro intensive care unit. Next question. Which type of intensive care unit? Which type of intensive care unit? The patients are. Which type of intensive care unit? Which type of intensive care unit? The patients are treated specially skilled doctors. The patients are treated specially skilled doctors or intensivists. Specially skilled doctors or intensivists. Which type of intensive care unit? The patients are
treated specially skilled doctors or intensivists. എന്താണ്? വെരി ഗുഡ്, ക്ലോസ്ഡ് യൂണിറ്റ് അല്ലെ, ക്ലോസ്ഡ് യൂണിറ്റ് ആണ്. Then fourth question, which is, okay, next, fourth question, who is the registrar in ICU? 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 Arana registrar. Who is the registrar in ICU? Who is the registrar? Very good. Senior residents, like senior resident doctors are senior residents, like senior resident doctors. Like. Okay, next question. Junior resident duty. Junior resident duty. Junior resident duty. Hours in ICU. Junior resident duty hour in ICU. Hours. എത്ര hours ആണ് ICU ജൂനിയർ റെസിഡന്റിന്? വെരി ഗുഡ്, 24 hours അല്ലെ, 24 hours. ഓക്കെ, അപ്പൊ 5 questions ആയില്ലേ? 5 questions ആയില്ലേ? ചെറിയ ചാപ്റ്റർ ആണ്. അപ്പൊ ആ ഒരു 5 questions ആർക്കെങ്കിലും ക്ലിയർ ആവാത്തുണ്ടോ? 5 questions ആൻസേഴ്സ് ഒക്കെ എല്ലാവർക്കും കിട്ടിയോ? Third question. Which type of intensive care unit? Which type of intensive care unit? Third question ആണ് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്യുക. Which type of intensive care unit the patients are treated? Which type of intensive care unit the patients are treated? Specially skilled or doctors, specially skilled doctors or intensivist. Specially skilled doctor or intensivist. Specially skilled doctors or intensivist. Answer എന്തായിരുന്നു? Closed unit. Closed unit. കിട്ടിയോ തോയിബ? കിട്ടിയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? 5 questions and answers. ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഹോസ്പിറ്റൽ വാർഡ്സ് കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് ആണ് കേട്ടോ. അപ്പോ എന്താണ് ഒരു ഹോസ്പിറ്റൽ വാർഡ്? ഹോസ്പിറ്റൽ വാർഡ് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? കണ്ടിട്ടില്ലേ ഹോസ്പിറ്റൽ വാർഡ്? ജസ്റ്റ് നമുക്കൊന്ന് തുടങ്ങി വെക്കാം കേട്ടോ. ഹോസ്പിറ്റൽ വാർഡ് കണ്ടിട്ടില്ലേ? എന്തായിരിക്കും ആ ഹോസ്പിറ്റൽ വാർഡിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ പറഞ്ഞേ. എന്താണ് ഹോസ്പിറ്റൽ വാർഡിലെ പ്രത്യേകത? ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റി ഒക്കെ ആയിരിക്കും? എന്തിനു വേണ്ടിയിട്ടാ ഹോസ്പിറ്റൽ വാർഡ് ഒരു ഹോസ്പിറ്റലിലുള്ളത്? കുറെ ബെഡ് ഉണ്ടാവും അല്ലെ, ഒത്തിരി ബെഡുകൾ ഒരുമിച്ച് ഒത്തിരി പേരെ നമുക്ക് സ്റ്റേ ചെയ്യാൻ അല്ലെങ്കിൽ താമസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബെഡുകളൊക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എന്താണ് വേറെ എന്താ വാർഡുകളില് പ്രത്യേകത? ഒരു വാർഡ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള പേഷ്യൻസ് ആയിരിക്കും അതിൽ വരിക? ഒരു വാർഡില് പല ടൈപ്പ് വാർഡുകളൊക്കെ ഉണ്ട് അല്ലെ. ജനറൽ ആയിട്ടുള്ള വാർഡുകള്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകള്. അപ്പൊ ഓരോ വാർഡിനും അവരുടേതായ പ്രത്യേകത ഉണ്ടാവില്ലേ? അപ്പൊ നമുക്കൊരു ജനറൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡ്, പ്രത്യേക ജനറൽ വാർഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരേ കണ്ടീഷനിൽ അല്ലെ, ഒരേ രീതിയിലുള്ള കണ്ടീഷനിലുള്ള പേഷ്യൻസിനെയാണ് നമ്മൾ എന്ത് വാർഡുകളിൽ താമസിപ്പിക്കുന്നത്. ചാപ്റ്റർ നമ്പർ 10 ആണ് കേട്ടോ, 10 അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ലെ, ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന പേഷ്യൻസിനെ അല്ലെ നമ്മൾ വാർഡിലേക്ക് എടുത്താറ്. ഒരുപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യുന്ന ഇപ്പൊ ജനറൽ ആയിട്ടുള്ള ഇപ്പൊ പനിയോ മറ്റെന്തെങ്കിലും അങ്ങനെയുള്ള ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളുള്ളവരെ ഒരു വാർഡിൽ, ജനറൽ വാർഡിൽ കയറ്റുന്നു.
സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇപ്പോ നമുക്കറിയാം ഗൈനക്കോളജി വാർഡ് ഉണ്ട്, ഓങ്കോളജി വാർഡ്, അങ്ങനെ ഒത്തിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകളുണ്ട്. അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഓങ്കോളജി ആണെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ അവിടെ ആ വാർഡിൽ അങ്ങനെയുള്ള പേഷ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. അതുപോലെ ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ, ഓപ്പറേഷൻ വാർഡുകളുണ്ട് അല്ലെ. സർജറി കഴിഞ്ഞ് നമ്മള് അവരെ താമസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ വാർഡുകൾ അല്ലെ, സർജറി അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കാനായിട്ട് ആവശ്യമായിട്ട്. അതുപോലെ അങ്ങനെ ഗൈനക്കോളജി ആകുമ്പോൾ എങ്ങനെയാണ് പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൻസ് അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് വന്ന പേഴ്സൺസിന് അല്ലെ, അങ്ങനെയുള്ള വാർഡുകൾ. അപ്പൊ അങ്ങനെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളുണ്ട് അല്ലെ. അതിനനുസരിച്ചുള്ള വാർഡ്, അതായത് ഓരോ രീതിയിൽ സിമിലർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിനെ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വാർഡിലേക്കാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഒത്തിരി വാർഡുകൾ, നമുക്ക് ഒത്തിരി സ്പെഷ്യൽ ആയിട്ടുള്ള വാർഡുകളുടെ എക്സാമ്പിൾ പറയാം അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ഒരു റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വാർഡുകൾ അല്ലെ റേഞ്ച് കുറവായിരിക്കും അല്ലെ. വാർഡുകളിൽ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ, ഒത്തിരി പേഷ്യൻസിന് ഒരുമിച്ച് നമ്മളൊരു ഹോള് പോലെ അറേഞ്ച് ചെയ്ത് അതിൽ ഒത്തിരി ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ട് ഓരോ പേഷ്യൻസിനും എന്ത് ചെയ്യുന്നു, നമ്മള് വാർഡുകൾ ഓരോ ബെഡ് അവർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു അല്ലെ. അതുപോലെ അതിൽ വരുന്ന ഓരോ എന്താണ് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരു ജനറൽ ആയിട്ടുള്ള കെയർ ആണ് നമുക്ക് കിട്ടുക. അതേസമയം നമുക്കൊരു റൂം ആകുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ചും കൂടി റെന്റ് കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനനുസരിച്ച് എന്താണ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കെയർ ഒക്കെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ സൗകര്യങ്ങളുടെ വ്യത്യാസങ്ങളും ഉണ്ട്. അതെ, കോമൺ ആയിട്ടുള്ള സാനിറ്റേഷൻ, ഇപ്പൊ ടോയ്ലറ്റ് സൗകര്യമൊക്കെ ആണെങ്കിൽ ഒരു വാർഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എങ്ങനെയാ കോമൺ ആയിട്ടുള്ളതായിരിക്കും അല്ലെ. അതേസമയം റൂമാകുമ്പോൾ നമുക്ക് എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു റൂമിൽ ആ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് അതിൻ്റെതായ ടോയ്ലറ്റ് സൗകര്യം കാര്യം ആ റൂമിന്റെ ഉള്ളിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽ വാർഡ് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാം. എന്താണ് വാർഡ് എന്നുള്ളത് നിങ്ങൾ ഈ ആ ഒരു പോയിന്റ് ഇപ്പൊ ഇവിടെ താഴേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് ആണ് വരുന്നത്. നിങ്ങൾ നോട്ടിൽ അങ്ങനെയല്ലേ കിടക്കുന്നത്, ഡെഫിനിഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പോയിന്റ് മുകളിലല്ലേ കിടക്കുന്നത്, ആണോ? ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ നോട്ടിലും? ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് അല്ലേ തുടങ്ങുന്നത്. വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ. ഓക്കെ കേട്ടോ. ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ, തന്നെ ഡെഫിനിഷൻ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏതൊരു വിഭാഗവുമായി ബന്ധപ്പെട്ടും ഡെഫിനിഷൻ അറിഞ്ഞിരിക്കണം. ഇത് ഏത് വിഭാഗത്തെ കുറിച്ചുള്ളതാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഡെഫിനിഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയ നോട്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നോക്കിയേ, വാർഡ് ഈസ് എ റൂം ഇൻ എ ഹോസ്പിറ്റൽ വെയർ ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ അല്ലെ. ഒത്തിരി ആളുകൾക്ക് ഒരുമിച്ച് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെഡുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, വാർഡില് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഒരു റൂമാണ് അല്ലെ, ഒരു മുറിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബെഡ്സ് ആർ അറേഞ്ച്ഡ് ഫോർ മെനി പീപ്പിൾ ആൻഡ് ഓഫൺ പീപ്പിൾ ഹു നീഡ് സിമിലർ ട്രീറ്റ്മെന്റ്. ഒരേപോലെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമായിട്ട് വരുന്ന ആളുകളെ താമസിപ്പിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, ഒത്തിരി ബെഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഹോസ്പിറ്റൽ റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. Stay can be long term or short term depending upon the severity of condition. അല്ലെ, ആ ഒരു രോഗി ഒരു വാർഡിലേക്ക് നമ്മൾ അഡ്മിറ്റ് ആക്കി എങ്കിൽ പോലും ആ വാർഡില് ചിലപ്പോൾ ലോങ് ടേം ഒത്തിരി ദിവസങ്ങൾ അവിടെ കിടക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ കുറച്ച് ദിവസം അല്ലെ, ഷോർട്ട് ടേം അല്ലെങ്കിൽ കുറച്ച് ദിവസം ആ ഒരു വാർഡിൽ താമസിച്ച് സ്റ്റേ ചെയ്തുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്താൽ മതിയാവും. അത് എന്തിന്റെ ബേസിസിലാണ് അവർ എത്ര ദിവസം താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത്? ആ പേഷ്യന്റിന്റെ ആ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ച് അല്ലെ. വളരെ ആയിട്ടുള്ള ഒത്തിരി ഇപ്പൊ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ വന്നവരാണെങ്കിൽ പെട്ടെന്നൊന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അഡ്മിറ്റ് ആയി പോകാൻ പറ്റില്ല അല്ലെ. കാരണം അവരുടെ ആ ഒരു ഇൻഫെക്ഷന് വേണ്ടിയിട്ട് ഇപ്പൊ ആന്റിബയോട്ടിക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് തീരുന്നത് വരെ അവർ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു ഹോസ്പിറ്റലില് വാർഡിലാണെങ്കിൽ വാർഡിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, താമസിച്ച് ആ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ പേഷ്യന്റ് വരുന്ന ഓരോ പേഷ്യന്റിന്റെയും അവരുടെ രോഗാവസ്ഥ എങ്ങനെയാണ്, അവരുടെ ആ രോഗത്തിന്റെ തീവ്രതയ്ക്ക് അനുസരിച്ചായിരിക്കും എത്ര ദിവസം എത്ര ലോങ് ടേം ആയിട്ടാണോ അവർ സ്റ്റേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ടാണോ ഒരു വാർഡില് നിൽക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ ആണോ? വാർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൽ ഒരു റൂമാണ്, ഒരു മുറിയാണ് അല്ലെ. നമുക്കറിയാം, നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി, വാർഡ് നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു വാർഡ് ഒന്ന് ഇമാജിൻ ചെയ്താൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പൊ വാർഡിൽ ഒത്തിരി ബെഡുകൾ അല്ലെ, ഒരുമിച്ച് സിമിലർ ആയിട്ടുള്ള കണ്ടീഷനുള്ള ട്രീറ്റ്മെന്റുകൾ നൽകുന്ന ഒത്തിരി പേരെ ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ബെഡൊക്കെ അറേഞ്ച് ചെയ്ത് ഒത്തിരി പേരെ ഒരുമിച്ച് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ റൂമാണ് വാർഡ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ആ പേഷ്യന്റിന് അവരുടെ സ്റ്റേ, അവരുടെ ആ ഇത്ര ദിവസം താമസിക്കാൻ
താമസിക്കണം എന്നുള്ളത് അവർ ചിലപ്പോൾ ലോങ് ടേം ആയിട്ട് താമസിക്കേണ്ടതായിട്ട് വരാം, ചിലപ്പോൾ ഷോർട്ട് ടേം ആയിട്ട് താമസിക്കേണ്ടതായിട്ട് വരാം. അത് അവരുടെ പേഷ്യന്റിന്റെ ആ രോഗത്തിന്റെ തീവ്രത അല്ലെങ്കിൽ രോഗത്തിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് എത്ര ദിവസം ലോങ് ടേം ആയിട്ട് താമസിക്കണമോ ഷോർട്ട് ടേം ആയിട്ട് താമസിച്ചുകൊണ്ട് അവർക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താന്ന് നോക്കിയേ, വാർഡിനുള്ള ടൈപ്സ് ഓഫ് വാർഡ് ആണ്. 2 ടൈപ്പ് ആയിട്ടാണ് വാർഡ് തിരിച്ചിരിക്കുന്നത്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വാർഡുകൾ. നിങ്ങളുടെ ഈ ടൈപ്പ് ഓഫ് വാർഡ് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. പർപ്പസ് അല്ലേ ആദ്യം കൊടുത്തിരിക്കുന്നത്? ഈ ഒരു നോട്ട്സ് എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പർപ്പസ് അല്ലേ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നേ? ഓക്കെ, പർപ്പസ് നോക്കാം നമുക്ക്. ആ നിങ്ങളുടെ നോട്ടിലുള്ള ആ ഒരു ഫോളോ ചെയ്ത് തന്നെ പോവാട്ടോ. പർപ്പസ് ഓഫ് എനി ഹോസ്പിറ്റൽ വാർഡ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. അത് എന്തൊക്കെയായിരിക്കും പർപ്പസ്? നിങ്ങളൊന്ന് പറഞ്ഞ ഒരു വാർഡിലേക്ക് ഒരു പേഷ്യന്റിനെ എന്തിനൊക്കെ വേണ്ടിയായിരിക്കും അഡ്മിറ്റ് ആവുന്നത്? നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് എടുക്കാം. ജസ്റ്റ് ആ ഒരു മിനിറ്റ് നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്തിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും? ഒരു പേഷ്യന്റിനെ രോഗനിർണയം നടത്താൻ അല്ലെ, അവർക്ക് ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ എന്താണ് രോഗം എന്ന് കണ്ടെത്താനും അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ പേഷ്യന്റിനെ വാർഡിലേക്ക് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ എന്താണ് ഒബ്സർവേഷൻസിന് വേണ്ടി അവരെ നിരീക്ഷിക്കാനും അവർക്ക് ആവശ്യമുള്ളവർക്ക് എന്തെങ്കിലും മറ്റു സിംറ്റംസോ കാര്യങ്ങളോ ഒക്കെ കാണുന്നുണ്ടോ അതുവഴി ഇന്ന രോഗമാണെന്ന് നമുക്ക് ഉറപ്പിക്കാനൊക്കെ പറ്റും. അതുപോലെ തന്നെ എന്താണ് ആ പേഷ്യൻസിന് നിലവിൽ അവർക്ക് പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ നമുക്ക് ICUലൊക്കെ പേഷ്യന്റ് നമ്മൾ പറഞ്ഞില്ലേ അവരെ വാർഡിലേക്ക് കാര്യങ്ങളിലേക്ക് മാറ്റുന്നത്. അപ്പൊ അവരെന്താണ് അവർക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. എന്നാൽ കൂടി അവർ എന്താണ് നോർമൽ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷനിലേക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം കൂടി അവർ വാർഡിൽ എന്ത് ചെയ്യും? അവരെ സ്റ്റേ ചെയ്യും. അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷൻ സ്റ്റേബിൾ ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു? ഡിസ്ചാർജ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വാർഡിൽ നിന്നും മതിയാണെങ്കിൽ നമ്മൾ അവരെ വീട്ടിലേക്ക് എന്ത് ചെയ്യാൻ ഡിസ്ചാർജ് ചെയ്ത് വിടാറുണ്ട്. അതുപോലെ തന്നെ ടീച്ചിങ്, അതായത് ഇപ്പൊ ഒരു വാർഡിൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ മെഡിക്കൽ സ്റ്റാഫുകൾ പഠനത്തിനായിട്ട് വരുന്നത് കണ്ടിട്ടില്ലേ? ആ ഒരു വാർഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടീച്ചിങ്ങിന് കൂടിയാണ്. അതായത് ജൂനിയർ ആയിട്ടുള്ള അവിടെ ട്രെയിനിങ്ങിൽ വരുന്ന ആളുകൾക്കുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ പഠനത്തിനും കൂടി വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഇത് പഠിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് വാർഡ്. അതുപോലെ റിസർച്ചുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. ഏതൊരു ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ കെയറുകൾ പേഷ്യൻസിന് കൊടുക്കാൻ, അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള നഴ്സിംഗ് കെയറുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്തിനാണ് ഹോസ്പിറ്റൽ വാർഡിന്റെ പ്രധാന പർപ്പസിൽ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ICU കഴിഞ്ഞു. നെക്സ്റ്റ് ഹോസ്പിറ്റൽ വാർഡ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കുറച്ച് ക്ലാസ്സുകൾ കൊണ്ട് ചെറിയൊരു ചാപ്റ്റർ തന്നെയാണ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നും വലിയ ചാപ്റ്റർ ഒന്നും അല്ല. നമുക്ക് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.